ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഇൻഡിവിജ്വൽ വേഴ്സസ് കളക്ടിവിറ്റി. ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ആണ് നമ്മുടെ ഡാർക്ക് ഏജസിന് ശേഷം വന്ന ജ്ഞാനോദയ കാലത്ത് അല്ലെങ്കിൽ റിനൈസൻസിൻ്റെ കാലത്തിലുള്ള ഫിലോസഫേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പം അതിന് കുറച്ച് വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. അടുത്ത സ്റ്റേജാണ് കേട്ടോ അത്. അതിന് കുറച്ച് വിമർശനങ്ങൾ ഉണ്ടാവുകയും വ്യക്തിക്കല്ല പകരം ഒരു കൂട്ടായ്മയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന വാദഗതികളും ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം അതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് സൊസൈറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നതും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സയൻസ് ഉണ്ടാവുന്നതും അതിനെ സോഷ്യോളജി എന്ന പേര് വിളിക്കുന്നതും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ മെറ്റീരിയലിലുള്ള ഒരു ഭാഷ കുറച്ച് ടഫാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അന്തസത്ത മനസ്സിലാക്കിയാൽ മതി. കുറച്ചും കൂടെ എന്താ പറയുക, ബ്യൂട്ടിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ അവർ എഴുതിയിട്ടുള്ളത്. എനിവേസ് ഈ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഓക്കെ, while the thinkers of enlightenment emphasize the person or individual, the reaction of those who opposed these thinkers wanted to emphasize the collectivity. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സിന് പകരമായിട്ട് കളക്റ്റിവിറ്റിയെ എംഫസൈസ് ചെയ്യുന്ന തോട്ട്സാണ് ഇനി വേണ്ടത് എന്നായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള വിമർശകരുടെ അഭിപ്രായം. Thus these thinkers wanted to point it out there was more to existence than individual and this was society itself. അപ്പം ഇൻഡിവിജ്വലിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഉപരിയായിട്ട് പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റി തന്നെയല്ലേ. ഓക്കെ, സൊസൈറ്റി വാസ് വ്യൂഡ് ആസ് വൺ ലോങ് ഫ്ലോ ഫ്രം ദ പാസ്റ്റ് ടു പ്രസൻറ്റ് ആൻഡ് ഓൺവേർഡ് ടു ദ ഫ്യൂച്ചർ. ഒരു വലിയ നദിയോടാണ് ഈ ഒരു സൊസൈറ്റിയെ ഉപമിക്കപ്പെടുന്നത് ഇവിടെ. അതായത് പാസ്റ്റിൽ നിന്നും പതുക്കെ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയും വളരെ സ്വച്ഛന്ത സുന്ദരമായിട്ട് പ്രസൻറ്റിലൂടെ ഒഴുകി നീങ്ങുകയും ഫ്യൂച്ചറിലേക്ക് കടന്ന് വീണ്ടും കുതിച്ചൊഴുകുകയും ചെയ്യുന്ന ഒരു ലോങ് ഫ്ലോ ആണ് സൊസൈറ്റി അല്ലേ. സൊസൈറ്റിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരു കാലങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് സൊസൈറ്റലായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിക്ക് മാറ്റങ്ങളൊന്നുമില്ല, സൊസൈറ്റിയുടെ ബേസിക് സ്ട്രക്ചറിന് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ചിന്താരീതിയും അല്ലെങ്കിൽ ആളുകളും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ക്രമങ്ങളൊക്കെ കുറേ ഡിഫറൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നു, അഭ്യുന്നതികൾ ഉണ്ടാവുന്നു, മൂല്യച്യുതികൾ ഉണ്ടാവുന്നു. അങ്ങനെ കുറേ ക്രസ്റ്റ് ആൻഡ് ട്രഫിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോങ് ഫ്ലോ ആണ് സൊസൈറ്റി. ഓക്കെ, further we find that roles and relationship along the organizations were the important aspects. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനോടൊപ്പം തന്നെ റോൾസിനും റിലേഷൻഷിപ്പിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും സ്ഥാനവും ഉണ്ട് എന്നുള്ളതാണ് പുതിയൊരു കോൺസെപ്റ്റ് വരുന്നത്. പുതിയ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ആളുകൾ കടക്കുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന വീക്ഷണത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഇവിടെ പറയുന്നത് സോഷ്യോളജി മുൻപ് പഠിച്ചിട്ടില്ലാത്തവരുടെ ശ്രദ്ധയ്ക്കാണ്. ഇത് സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫാമിലി, എഡ്യൂക്കേഷൻ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ ഗവൺമെൻറ് പോലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻസ്. ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അപ്പം അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും ഒപ്പം തന്നെ റോൾസിനും റിലേഷൻഷിപ്സിനും പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ അബൌട്ട് സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് അല്ലേ. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെ, കെട്ടുപാടുകളുടെ ചിലന്തി വല പോലെ, നെയ്തെടുക്കപ്പെട്ടിട്ടുള്ളൊരു വല പോലുള്ള ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നിനെയാണ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ വെബറിൻ്റെയാണത് ആ ഡെഫിനിഷൻ. ഞാൻ ആ സയൻറ്റിസ്റ്റിൻ്റെ ഒന്നും പേര് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം എഗെയിൻ ദ ഹോൾനെസ് വാസ്
vital aspects emphasizing that the parts of the society were interrelated. അപ്പം ഈ ഹോൾനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ പാർട്സ് ഓഫ് ദ സൊസൈറ്റി ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. ഈ യൂണിറ്റ്സ് എന്താണ്? പരസ്പരം കെട്ട് പിണഞ്ഞ് കിടക്കുന്നു, വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചതുപോലെ ഇൻ്റർ റിലേറ്റഡ് ആണ് സൊസൈറ്റിയിലെ ഓരോ ഈച്ച് ആൻഡ് എവറി പാർട്സ്. ആ പാർട്ടാണ് പിന്നീട് എന്തായി മാറുന്നത്? ഹോൾനെസ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഫർദർ, the conservative reaction about social change, which it felt was disruptive and could lead to the societal disorder. അപ്പം ഈ പറയുന്ന കാലഘട്ടത്തിൽ പോലും എന്തുണ്ട്? വളരെ കൺസർവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്താണ് എപ്പോഴും പറയുന്നത്? സൊസൈറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത്. സൊസൈറ്റിയിൽ ചേഞ്ചുകൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, സോഷ്യൽ ചേഞ്ചുകൾ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മൊത്തം സിസ്റ്റവും കൊളാപ്സ് ആയി പോവും, അങ്ങനെ സൊസൈറ്റി മൊത്തത്തിൽ ഡിസോർഡർ ആയി പോകും എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു ഘടകത്തിനെ ആരും എന്ത് ചെയ്യുന്നില്ല? ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഓക്കെ. Therefore, while change was leading forward to a new world, the conservative reaction supported the hierarchical structures and felt it to be essential for the system of status and remuneration. ഈ ഒരു ചേഞ്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൺസർവേറ്റീവായിട്ടുള്ള ആൾക്കാർ എന്താണ്, ഈ ഹൈറാർക്കിയൽ ആയിട്ടുള്ള സ്ട്രക്ചറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ശ്രേണീകരണമാണ് അല്ലേ? ആളുകളെ തട്ടുകളാക്കി തിരിക്കുന്ന രീതിയാണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വലിയവൻ, ചെറിയവൻ, പണമുള്ളവൻ, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയാണെങ്കിൽ ജാതീയമായിട്ടുള്ള തരംതിരിവുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ളതിനൊക്കെയാണ് ഹൈറാർക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഹൈറാർക്കിക്കലായിട്ടുള്ള സിസ്റ്റത്തിനോട് കുറച്ചും കൂടെ കൂറ് പുലർത്തിക്കൊണ്ടാണ് അന്നത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചിന്തിച്ചത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റസിനും, നമുക്കറിയാം സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നല്ലേ? അപ്പം സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾക്കും അതുപോലെ തന്നെ വേതന വ്യത്യാസങ്ങൾക്കൊക്കെ ഇത് അടിസ്ഥാനപരമാണ് എന്നതുകൊണ്ട് തന്നെ ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൊസൈറ്റിയൽ സ്ട്രക്ചറിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കാലത്തുള്ള കൺസർവേറ്റീവ് തിങ്കേഴ്സൊക്കെ നിലകൊണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരുന്നു ആ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സയൻസ് ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന സാമൂഹിക ലോകത്തെ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്ര ലോകത്തെ ആളുകളുടെ തോട്ട് പ്രോസസ്സൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ ഇതിൽ. അതായത് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനും അതുപോലെ തന്നെ എൻലൈറ്റ്മെൻറ്റ്, പോസിറ്റീവ് തിങ്കിങ്, ഈ കാലഘട്ടത്തിലൊക്കെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന സയൻസിലേക്ക് നമ്മൾ അടുക്കുന്നത്. അല്ലെങ്കിൽ അഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, സാമൂഹിക ശാസ്ത്രജ്ഞൻ ഇത്തരത്തിലുള്ളൊരു ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ഡിറൈവ് ചെയ്യുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹവും ആ ഒരു കാലഘട്ടത്തിലുണ്ടാവുന്ന മോഡേൺ ആയിട്ടുള്ള എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസിൽ നിന്നും വിട്ടുമാറി ആളുകൾ കളക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സയൻസ് ഇവോൾവ് ആവുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഓരോ സയൻറ്റിസ്റ്റിനെ ആയിട്ട് നമ്മൾ വേർതിരിച്ച് പഠിക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെ. ഫസ്റ്റ് അഗസ്റ്റ് കോംറ്റെയുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.